ആദിപുരുഷ് നേരിട്ട അതേ ആരോപണമാണ് ഇപ്പോൾ കൽക്കിയും നേരിടുന്നത്. കൽക്കി 2898 AD ഈ വർഷം തെലുങ്കിൽ നിന്നെത്തുന്ന ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമകളിലൊന്നാണ്. അടുത്തിടെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത്. ആ സമയത്ത് കൽക്കിക്കെതിരെ കോപ്പിയടി ആരോപണം ഉയർന്നിരുന്നു. കലാസൃഷ്ടികൾ കോപ്പി അടിച്ചെന്ന് ആരോപിച്ച് സുങ് ചോയ് എന്ന കൊറിയൻ ആർട്ടിസ്റ്റാണ് അന്ന് രംഗത്തെത്തിയത്. എക്സ്പോസ്റ്റ് വഴിയായിരുന്നു അദ്ദേഹം ആരോപണം ഉയർത്തിയത്. പക്ഷേ പിന്നീട് അദ്ദേഹം ഈ എക്സ്പോസ്റ്റ് നീക്കം ചെയ്തു. പിന്നാലെയാണ് പുതിയൊരു കോപ്പിയടി ആരോപണം കൂടി കൽക്കിക്കെതിരെ ഉയരുന്നത്. ഹോളിവുഡ് കോൺസെപ്റ്റ് ആർട്ടിസ്റ്റായ ഒലിവർ ബെക്കാണ് ഇപ്പോൾ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കൽക്കിയുടെ നിർമ്മാതാക്കൾ ചിത്രത്തിൽ വർക്ക് ചെയ്യാനായി തന്നെ സമീപിച്ചിരുന്നുവെന്ന് ഒലിവർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ചർച്ചകൾ പരാജയപ്പെടുകയും സിനിമ ഒലിവർ ഒഴിവാക്കുകയുമാണ് ചെയ്തിരുന്നത്. പിന്നീട് ജൂൺ 10-ന് ട്രെയിലർ എത്തിയതോടെ തന്റെ ചില വർക്കുകളോട് സാമ്യമുള്ളവ ചിത്രത്തിൽ കണ്ടതായി അദ്ദേഹം ആരോപിക്കുകയായിരുന്നു. ട്രെയിലറിൽ നിന്നുള്ള ഫ്രെയിമുകളും തന്റെ സ്വന്തം വർക്കുകളും ചേർത്ത് വെച്ച് ഒലിവർ ബെക്ക് എക്സിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഫ്രെയിമുകൾ തമ്മിലുള്ള സാമ്യം ഈ ഫോട്ടോസ് കണ്ടവരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കൊറിയൻ ആർട്ടിസ്റ്റ് സുങ് ചോയ് നിർമ്മാതാക്കൾക്കെതിരായ ആരോപണത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും ഒലിവർ പിന്മാറാൻ ഒരുക്കമല്ലെന്നാണ് അറിയിക്കുന്നത്. കൽക്കി 2898 AD ട്രെയിലറിനെ കുറിച്ചും കോപ്പിയടിയെക്കുറിച്ചും സുങ് ചോയ് എഴുതിയതിനെ തുടർന്നാണ് താൻ ട്രെയിലർ കണ്ടതെന്ന് ഒലിവർ വെളിപ്പെടുത്തുന്നുണ്ട്. നിങ്ങളൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു കോപ്പിയടി കണ്ടാൽ വിഷമം തോന്നില്ലെന്നും ഒലിവർ പറയുന്നു. താനുമായി ബന്ധമുള്ള ആർട്ടിസ്റ്റുകൾക്കും കലാസമൂഹത്തിനും ഇത് തന്റെ വർക്കിൽ നിന്ന് എടുത്തതാണെന്ന് വ്യക്തമാകുമെന്നും അതേപടി കോപ്പിയടിച്ചിരിക്കുകയല്ലെങ്കിലും ബേസിക് രൂപം അത് തന്നെയാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കൽക്കി നിർമ്മാതാക്കൾക്ക് തന്നെ അറിയാവുന്നതുകൊണ്ടും തന്നോട് സംസാരിച്ചിരുന്നതുകൊണ്ടും തന്റെ പോർട്ട്ഫോളിയോ നന്നായി അറിയാമെന്നും അതുകൊണ്ട് തന്നെ കൽക്കിയിലെ ഫ്രെയിമുകൾ തന്റേതിനോട് സാമ്യമുള്ളവയായത് യാദൃശ്ചികമായല്ല എന്നും ഒലിവർ പറയുന്നു. നിർമ്മാതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന വിഷയവും ഒലിവർ സംസാരിക്കുന്നുണ്ട്. തന്റെ ആർട്ട് വർക്കുകളുടെ നേരിട്ടുള്ള പകർപ്പ് ഉപയോഗിച്ചിട്ടില്ലാത്തതിനാൽ നിയമ നടപടി സ്വീകരിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്നും തന്റെ കാര്യത്തിൽ അതത്ര എളുപ്പമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സുങ് ചോയുടെ വർക്കുകൾ നേരിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിയമ നടപടികൾ ഏറെ എളുപ്പമായേനെ എന്നും ഒലിവർ വിശദീകരിക്കുകയാണ്. ആദിപുരുഷിന്റെ പോസ്റ്റർ കോപ്പിയടിയാണെന്ന ആരോപണങ്ങളാണ് അന്നും നേരിട്ടത്. വാനരസേന സ്റ്റുഡിയോസ് എന്ന ആനിമേഷൻ സ്റ്റുഡിയോസ് ആണ് കഴിഞ്ഞ വർഷം ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയ സമയത്ത് രംഗത്ത് വന്നിരുന്നത്. ആദിപുരുഷിന്റെ പോസ്റ്റർ തങ്ങളുടെ വർക്ക് കോപ്പിയടിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നായിരുന്നു കമ്പനി അന്ന് അവകാശപ്പെട്ടത്. ലോർഡ് ശിവ എന്ന പേരിലുള്ള ആനിമേറ്റഡ് സിനിമയുടെ പോസ്റ്ററാണ് ആദിപുരുഷിന്റെ ടീം കോപ്പി അടിച്ചത് എന്നായിരുന്നു കമ്പനിയുടെ ആരോപണം. തെളിവായി അവർ ഡിസൈൻ ചെയ്ത പോസ്റ്ററും പങ്കുവച്ചിരുന്നു. ഈ പോസ്റ്ററുകൾ തമ്മിൽ നല്ല സാമ്യം തോന്നുന്നതായുള്ള കമന്റുകളും അന്ന് ധാരാളം വന്നിരുന്നു. കൽക്കിയുടെ കാര്യത്തിലും സംഭവം എന്തായാലും വിവാദമായി കഴിഞ്ഞു. 600 കോടി ബജറ്റിൽ ഒരു സിനിമയൊരുക്കുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ ആശയങ്ങൾ കോപ്പി അടിക്കുന്നതെന്നും നല്ലൊരു ടീമിനെ വെച്ച് ജെനുവിനായ കണ്ടന്റ് ചെയ്തുകൂടെ എന്നുമാണ് ഈ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന കമന്റുകൾ ചോദിക്കുന്നത്. കൽക്കിയുടെ അണിയറ പ്രവർത്തകരോ നിർമ്മാതാക്കളോ ഈ വിവാദത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ ഒലിവർക്ക് സാധിക്കുമോ എന്നതും സംശയമുള്ള കാര്യമാണ്. എന്തായാലും കൽക്കി തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. ജൂൺ 27-നാണ് ചിത്രം റിലീസാവുന്നത്. കൽക്കിയുടെ ട്രെയിലർ എത്തിയതോടെ പ്രോസ്തെറ്റിക് മേക്കപ്പ് ചെയ്ത് വമ്പൻ മേക്ക് ഓവറിലെത്തിയ കമൽഹാസനും സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നുമുള്ള പ്രമുഖർ അണിനിരക്കുന്ന സിനിമയാണ് കൽക്കിയെങ്കിലും ട്രെയിലറിലെ ഷോ സ്റ്റീലർ കമൽഹാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം തന്നെയാണെന്ന് ആരാധകർ ഒരേ സ്വരത്തിലാണ് പറഞ്ഞത്. വളരെ കുറച്ച് സീനുകൾ മാത്രമാണ് ട്രെയിലറിൽ അദ്ദേഹത്തിനുള്ളതെങ്കിലും അത് തന്നെ തീപ്പൊരിയായിരുന്നു. സിനിമയിൽ ഏകദേശം 20 മിനിറ്റ് സമയം മാത്രമായിരിക്കും കമൽഹാസന്റെ കഥാപാത്രം ഉണ്ടാവുക എന്നാണ് സൂചന. കലി എന്നാണ് ഈ കഥാപാത്രത്തിന്റെ പേര്. 2 ഭാഗങ്ങളിലായിട്ടായിരിക്കും കൽക്കി എത്തുക. 600 കോടി ബജറ്റിൽ വിവിധ ഭാഷകളിലായിട്ടാണ് ചിത്രം എത്താൻ പോകുന്നത്. ചിത്രത്തിന്റെ റിലീസ് ട്രെയിലറും വൈറലായി കഴിഞ്ഞു. കൽക്കിയുടെ റിലീസിന് മുന്നോടിയായി പുറത്തിറങ്ങിയ ബുജി ആൻഡ് ഫൈരവ എന്ന ആമസോൺ പ്രൈം വീഡിയോ ആനിമേഷൻ സീരീസും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. BC 3101 മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി 2898 AD വരെ സംഭവിക്കുന്ന സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് കൽക്കിയുടെ ഇതിവൃത്തം. മഹാനടിക്ക് ശേഷം നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് യുഗത്തിന്റെ കഥയാണ് പറയുന്നത്. ലോക പ്രശസ്തമായ സാന്റിയാഗോ കോമിക് കോൺ ഇവന്റിൽ ലോഞ്ച് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയാണ് കൽക്കി. ചിത്രത്തിൽ 8 മാസം നീണ്ടുനിന്ന VFX വർക്കാണ് നിലവിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് വിവരം. മലയാളികൾക്ക് അഭിമാനിക്കാൻ നടി ശോഭനയും ചിത്രത്തിലുണ്ട്. ഒപ്പം അന്നാബെന്നും വേഷമിടുന്നുണ്ട്. പ്രവാസ് ചിത്രം എന്നതിനപ്പുറം ബോളിവുഡിന്റെ ബിഗ് ബി അമിതാഭ് ബച്ചനും ദീപിക പദുക്കോണും അഭിനയിക്കുന്നു എന്നതും ചിത്രത്തിന്റെ ഹൈപ്പ് കൂട്ടുന്നുണ്ട്. കൽക്കി വിതരണാവകാശമായി നേടിയിട്ടുള്ളത് 145 കോടിയാണ് എന്ന റിപ്പോർട്ടുകളും മുൻപ് പുറത്തു വന്നിരുന്നു. വലിയ താരനിരയുള്ളതുകൊണ്ടും സയൻസ് ഫിക്ഷൻ കഥയായതുകൊണ്ടും ചിത്രത്തിലുള്ള പ്രതീക്ഷകൾ ഏറെയാണ്.
മുൻപ് പുറത്തുവിട്ട കൽക്കിയിലെ കഥാപാത്രങ്ങളായ ഭൈരവ, അശ്വത്ഥമ, ബുജി എന്നിവരെയൊക്കെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. 110 കോടിയാണ് ചിത്രത്തിന്റെ ഹിന്ദി ഡിജിറ്റൽ റൈറ്റ്സ് മാത്രം വിറ്റുപോയിരിക്കുന്നത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. എന്തായാലും ഹിന്ദിയിൽ മാത്രം ഇത്രയും വലിയ തുകയ്ക്ക് വിൽപ്പന നടന്ന സ്ഥിതിക്ക് മറ്റു ഭാഷകളിലേക്ക് കൂടി എത്തുമ്പോൾ ഏറ്റവും ഉയർന്ന ഡിജിറ്റൽ റൈറ്റ്സ് ലഭിച്ച ഇന്ത്യൻ ചിത്രമായി തന്നെ കൽക്കി മാറാനുള്ള സാധ്യതയുണ്ട്.